ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പക്ക പറിക്കാൻ പോയതാട്ടാ. നമ്മളെ പറമ്പിൽ തന്നെ കുറേ കപ്പക്കയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൊക്കയെല്ലാം എടുത്ത് പോയി 2 കപ്പക്ക പറിച്ച് നമ്മളെ പപ്പായക്കാന്നേ കപ്പക്ക എന്ന് പറയുന്നത് 2 കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കപ്പക്കാട്ടാ. അതെല്ലാം പറിച്ചെടുത്ത് അവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചതിന് ശേഷമില്ല ഞാൻ അരിയിടാൻ വേണ്ടിയിട്ട് തീ കത്തിക്കലാന്നേ. ഈ ചോറ് മാത്രം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് വെക്കലാന്ന് ഞാൻ അന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ കുറേ വിറകെല്ലാം ഉണ്ട് ഈ റബ്ബറിൻ്റെ. അപ്പോൾ വെറുതെ വേസ്റ്റാക്കണ്ട വെച്ചിട്ട് ഞാൻ ഇത് തന്നെയാണ് വെക്കൽ. ചോറ് കറി അടക്കം ഇങ്ങനെ വെക്കും, ചിക്കൻ കറിയോ മീൻ കറിയോ. ഇന്നിപ്പോൾ കറിയെല്ലാം ഗ്യാസിൽ തന്നെ ആക്കുന്നത്. ചോറ് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് തീയെല്ലാം കത്തിച്ച് അരിയിടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടക്കിടന്നിട്ട് തിളക്കട്ടെ. വിറകെല്ലാം നേരെ വെച്ച് കൊടുക്കുന്ന. പിന്നെ ഇതാ നമ്മളെ കപ്പക്ക മുറിക്കാൻ വേണ്ടി നോക്കലാന്ന്. ആ മുറത്തിൽ വെച്ച് മുറിച്ചാലില്ലേ നമുക്ക് ആ കുരു ഇങ്ങനെ പുറത്തേക്കൊന്നും പോകില്ലല്ലോ. അതിലേക്കാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയി കളയാമല്ലോ. കുറച്ച് മൂത്ത കപ്പക്കയാണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ലോണം പഴുക്കട്ടി. അപ്പോൾ ഉള്ളു പച്ച കളറുണ്ട്, കുരു കറുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ മൂത്തിന്. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. മറ്റേ കപ്പൊക്കെ ഞാനൊന്ന് മുറിച്ചിട്ട് നോക്കണം. മറ്റേത് ഓരോന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോന്നിട്ടുണ്ടാവേ. അപ്പോൾ ഇത് 2 മറിച്ചിട്ടാക്കുന്ന എന്തിനറിയാം, എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ വന്ന് തടിയൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 2 സ്പൂൺ ചോറ് തിന്നും. അതിന് പകരം ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കഴിക്കട്ടെ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ട് അടുത്ത കപ്പൊക്കെ എനിക്ക് സംശയം ഉണ്ടായിനി. അത് ഉള്ളിൽ ചോന്നിട്ടുണ്ട്. അത് സാരമില്ല, അത് മക്കൾക്ക് ഇങ്ങനെ നേർങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയിലായിട്ട് നല്ല ഞാൻ തിന്ന് നോക്കി, നല്ല മധുരം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേർങ്ങനെ മുറിച്ചിട്ട് കൊടുത്തതില്ലേ നല്ലതല്ലേ വയറ്റിൽ. നമ്മൾക്ക് ശല്യമൊന്നും അതിന് ഗുളികയുടെ ആവശ്യമൊന്നുമില്ല. അത് നല്ലതാണ് കുട്ടികൾക്കെല്ലാം വലിയവർക്കും അതെ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇതിന് ഒരു വിലയില്ല. പക്ഷെ ഞാനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഉപ്പേരിയെല്ലാം ആക്കോട്ടെ. നല്ല രസമാണ്. ഇങ്ങനെ കാന്താരിയിൽ കുറേ ഇട്ടിട്ടില്ലേ ഇതിൻ്റെ ഉപ്പേരി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആ ചീകുന്നതിൽ ചീകി എടുത്തതാണ്. ഇതെല്ലാം അരിഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഇല്ലേ വേഗം ചീകി എടുക്കുക. അങ്ങനെ എല്ലാം ചീകിയിട്ട് എടുക്കുന്നുണ്ടേ. കാന്താരിയും തേങ്ങയും വെളുത്തുള്ളിയെല്ലാം ഇങ്ങനെ ചതച്ചിട്ടെല്ലാം ഇട്ടാലല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ വിനോദേട്ടൻ്റെ അമ്മയില്ലേ നല്ല വൃത്തിക്ക് ഉണ്ടാക്കും ഇത് കേട്ടോ. അടിപൊളിയാണ്, നല്ല രുചിയാണ്. ഈ കാന്താരി ഒന്നും കൂടി ഇങ്ങനെ ചെറുതായിട്ട് അമ്മ അരിഞ്ഞിടും. അതിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ തേങ്ങ പൊട്ടിക്കട്ടെ. കുറേ അടിക്കണം കേട്ടോ തേങ്ങ പൊട്ടിക്കണമെങ്കിൽ. അപ്പോൾ ഇതാ പൊട്ടിയിട്ടുണ്ട്. ഇന്നെന്തോ 2 അടിക്ക് തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഞാൻ തന്നെ കുടിച്ച്. 2 മക്കളപ്പുറം ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചേ വെള്ളമില്ല. അത് ഒരാളോട് പോയി ചോദിച്ചാൽ മറ്റേക്ക് വിഷമാവും, തികയൂല്ല. അപ്പോൾ ഞാനെടുത്ത് കുടിച്ച്. തേങ്ങയിലും ചിരകിയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അച്ഛനപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് എന്തേ വെച്ചിട്ട് പോയതാട്ടാ. അപ്പോൾ തേങ്ങയിലും ചിരകിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുക് വറുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് പിന്നെ ഇതാ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അല്ലെങ്കിൽ കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ, ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഈ ചീകിയെടുത്ത കപ്പക്കേനെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ പ്ലേറ്റിന് ഇതിങ്ങനെ പറ്റി പിടിച്ചിന് കേട്ടോ. അതാണ് എല്ലാം തുടച്ചേർത്ത് അതിലേക്ക് ഇടുന്നത്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അധികമായി കൂടല്ല ഉപ്പ്, അതാണ് ഇങ്ങനെ നോക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഉപ്പ് ആടാണ്ട് ഇങ്ങനെ കട്ട പോലെ കിടക്കുവേ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രസമില്ലല്ലേ ആ ചീകിയെടുത്ത കപ്പക്കേനെ കാണാൻ. നമുക്ക് ഇതിൻ്റെ അച്ചാറും ഉണ്ടാക്കാം കേട്ടോ. അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ ചീകിയിട്ട് ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മളെ പറമ്പിൽ ഒരുപാട് കപ്പക്ക ഉണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും വയറ്റിലെത്തിയാൽ നമുക്ക് നല്ലതല്ലേ. പച്ചക്കറി പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമേ ഇല്ലല്ലോ, ഇതെല്ലാം കഴിച്ചാൽ പോരെ.
ഇനിയിപ്പം കുറേ ചക്ക പിടിക്കുന്നുണ്ട്, ചക്കപ്പൂലെല്ലാം ആയിട്ടുണ്ട്, മാങ്ങ അപ്പം പറമ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് എല്ലാം ആക്കാം. അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ചോറിട വെന്തിട്ടുണ്ട്. റേഷൻ അരി എന്നിട്ടിന്, അതുകൊണ്ട് പെട്ടെന്ന് വെന്തിനട്ടാ. അതിൽ വെള്ളം ഒഴിച്ചിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് ഇതാ വാർക്ക് ചെയ്യുന്നട്ടാ. അപ്പം ഇതാ പച്ചവെള്ളം ഒഴിച്ച് ഊറ്റണ്ട, ഇല്ലെങ്കിൽ ഇങ്ങനെ പറ്റൂല ഈ റേഷൻ അരിക്ക്. അപ്പം ഇതാ എല്ലാം വാർത്തിട്ടും വെച്ചോട്ടാ. പെട്ടെന്ന് വെന്തിന് എൻ്റെ ചോറ്. റേഷൻ അരി കൊണ്ട് വേഗം വേവില്ലേ, നല്ല ചോറാട്ടോ, അതിൻ്റെ പൊന്നിച്ചോറ് പോലത്തെ. അപ്പം അതിലേക്ക് തേങ്ങയും ഞാൻ ഈ കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോൾ തേങ്ങയും കാന്താരിയെല്ലാം ഇടല്ലേ. അപ്പോൾ തേങ്ങയും കാന്താരിയെല്ലാം കാന്താരീനെ നമുക്കൊന്ന് കുനിച്ച് ഇങ്ങനെ പൊട്ടിക്കണ്ടേ, അങ്ങനെ ആക്കിയിട്ട് എന്നാലേ ഒരു മണവും ടേസ്റ്റെല്ലാം ഉണ്ടാവും. അങ്ങനെയെല്ലാം ആക്കിയിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിച്ചെടുക്കുന്നട്ടാ. എന്നിട്ട് അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ട, നല്ല ആവിയിൽ വെള്ളം ഒട്ടും ഇതിന് ഒഴിക്കണ്ട, ആവിയിൽ നല്ലപോലെ ഇങ്ങനെ വേവുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയും കാന്താരിയും കുറച്ചും കൂടി കാന്താരി ഇട്ടാൽ നല്ലതാണ് കടിക്കുമ്പോൾ. പക്ഷേ ആ ചുവന്ന കാന്താരിയിലേക്ക് ഇങ്ങനെ ഇടണേ, പഴുത്തത് അതിലിട്ടാൽ. പക്ഷേ എൻ്റെ അച്ഛന് അധികം പറ്റൂല, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടേ. അങ്ങനെ ഒന്നും കൂടി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ വെക്കണേ. ഇനി ഇങ്ങനെ കുറച്ചൊന്ന് ഒലത്തി വെക്കണം, ഇല്ലെങ്കിലില്ലേ ഇങ്ങനെ വെള്ളം പോവില്ല, ഇങ്ങനെ വെള്ളപ്പറ്റോടെ ഇങ്ങനെ കിടക്കും. നല്ല തുരുതുര വെള്ളമില്ലാണ്ടാവണമെങ്കിൽ ഇനി ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി അടക്കേണ്ട ആവശ്യമില്ല, അടക്കുമ്പോൾ ആവി വെള്ളം ഇങ്ങനെ വീണിട്ടിട്ടാവില്ലേ, അപ്പോൾ കുഴഞ്ഞു പോവെല്ലാം കൂടി. അപ്പം ഇതാ ഒന്നും കൂടി അത് ആരൊന്ന് ഇതാവട്ടെ, തേങ്ങയരി കാന്താരിയിലും. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ചോറിത കുറച്ച് എടുത്തിട്ട് തടി കുറക്കെല്ലാം ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ കുറേ കപ്പക്കുപ്പേരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ.